പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അമ്മ മുലയൂട്ടുന്നതിനിടെ ശ്വാസനാളത്തിൽ മുലപ്പാൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു. അസം സ്വദേശികളുടെ 1 വയസ്സുള്ള പെൺകുഞ്ഞാണ് മരിച്ചത്. ഷാരിഖ് നവാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷാരിഖ്, എപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? അമൃത, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഫീഡിംഗ് റൂമിൽ വെച്ച് അമ്മ കുഞ്ഞിന് മുലയൂട്ടിയിരുന്നു. ഈ സമയം കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ പാല് കുരുങ്ങിയാണ് കുഞ്ഞിന് ബോധക്ഷയം ഉണ്ടായത്. ഉടനെ റെയിൽവേ പോലീസും അതുപോലെ തന്നെ ദമ്പതികളും ചേർന്ന് കുഞ്ഞിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുഞ്ഞിന് ശ്വാസനാളത്തിൽ പാല് കുരുങ്ങിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് മരണമുണ്ടായതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അസം സ്വദേശികളായ അബ്ദുൽ സലാം ഹാബിജ കദോൻ ദമ്പതികളുടെ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഇന്നലെ മരിച്ചത്. ഇത്തരത്തിൽ ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇവർ കാസർകോട്ട് ഒരു ജോലിക്കായി ഇന്നലെ അസമിൽ നിന്നും പാലക്കാട് എത്തിയതായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ കാസർകോട്ടേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ കുഞ്ഞിന് ഫീഡിംഗ് റൂമിൽ വെച്ച് മുലയൂട്ടിയത്. അപ്പോഴാണ് പാല് തൊണ്ടയിൽ കുരുങ്ങി ഇത്തരത്തിൽ ശ്വാസം മുട്ടി കുഞ്ഞ് ദാരുണമായി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് അമ്മ മുലയൂട്ടുന്നതിനിടെ ശ്വാസനാളത്തിൽ മുലപ്പാൽ കുടുങ്ങി കുഞ്ഞു മരിച്ചത്. വിവരങ്ങളാണ് ഷാരിഖ് നവാസ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.